അതുപോലെ ടൊവിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചാത്തനാണ്. അപ്പോൾ ഈ ഗുഹയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഗുഹയിൽ പോയിട്ട് ഒരാളുടെ ഫേസ് കാണിക്കുന്ന സമയത്ത് അത് നമ്മുടെ ARMന്റെ ഒരു റെഫറൻസിലുള്ള ഒരു ഫോട്ടോ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ചാത്തനായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, കാരണം ദാറ്റ് ഇസ് എ ഡിഫറെന്റ് വേൾഡ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല? അതെ, ഇനി അടുത്ത ഇതിൽ വരുമ്പോ ഹി സേസ് ഇത്രയും ചാത്തന്മാർ എനിക്ക് സിബ്ലിങ്സ് ആയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ ക്യാരക്ടറിന്റെ കഥയിലേക്കായിരിക്കും നമ്മൾ ഇനി ചാപ്റ്റർ 2 പോവാ. അങ്ങനെ ഓരോ കഥയില് ഓരോ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കണക്ട് ആവും. അഞ്ചാമത്തേല് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരില്ലായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഡിവൈസ് ചെയ്ത് സ്ക്രീൻ പ്ലേ ആവുന്നേ ഉള്ളൂ. സോ കഥ എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്കറിയാം, പക്ഷെ ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെ വരും എന്നുള്ളത് ഫുള്ളി മാപ്ഡ് ഔട്ട് അല്ല. ബട്ട് ഓവറോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, ഒപ്പം കുറേ പേര് ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട്. വിശാഖ് നായരെ കാണിക്കുന്നു, സൗബിനെ കാണിക്കുന്നു, പിന്നെ ശാന്തിയെ കാണിക്കുന്നു, അഹാനയെ കാണിക്കുന്നു. എന്താണ് ഇതൊക്കെ വരും ചാപ്റ്റേഴ്സിൽ? ചാത്ത ഈ 389 പെട്ടിട്ട്. അപ്പൊ ബേസിക്കലി ഇത് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണല്ലോ ഇനി വരുന്ന ചാപ്റ്റേഴ്സിലേക്കും ഇനിയുള്ള ലോകത്തിലേക്കും. അപ്പൊ ഇത് ഈ വേൾഡിനെ ഇച്ചിരി കൂടെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള ഒരു പൊട്ടൻഷ്യൽ ചമൻ കണ്ടു, നമ്മളുടെ എഡിറ്ററായ. അപ്പോൾ ഹീ വാസ് ദ വൺ. കുറച്ചും കൂടെ എക്സ്ട്രാ ക്യാമിയോസ് ഇവിടെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ ഇനി ഉള്ള ബിൽഡിലേക്കുള്ള ബിൽഡിംഗ് കൂടെ ആയിക്കോളും എന്ന് ഹി വാസ് ദ വൺ ഹു സജസ്റ്റഡ്. അപ്പോൾ ദെൻ അങ്ങനെ അങ്ങ് ഇത് ആഡ് ചെയ്തു. ക്യാരക്ടേഴ്സ് എല്ലാം ക്ലിയർ ആണ് ആരൊക്കെയാണ്. പക്ഷെ ബാലു സൗബിനൊക്കെ ഉണ്ടല്ലോ ഒരു വർക്ക് ചെയ്യുന്ന സമയത്താണ് അവരെ കാണിക്കുന്നത്. അപ്പൊ നമുക്കറിയാറുണ്ട് എവിടേക്കോ കണക്ട് ആവും. ശരി, സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.